കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ മാറ്റത്തെ പ്രശംസിച്ച് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എല്ലായിടത്തും ധരിക്കുന്ന വൈറ്റ് ടീഷർട്ടിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് അദ്ദേഹം വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. രാഹുൽ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് വിജയം നേടാനായി എന്നാണ്. പുതിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. ജാതിയെക്കുറിച്ച് രാഹുൽ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് അദ്ദേഹം ധരിക്കുന്നത്. യുവാക്കൾക്കിത് എന്തുതരം സന്ദേശമാണ് നൽകുന്നതെന്ന് രാഹുലിന് നന്നായി അറിയാമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഒരു പോഡ്കാസ്റ്റിലൂടെയായിരുന്നു സ്മൃതിയുടെ പ്രതികരണം. അതേസമയം രാഹുലിനെതിരെ വിമർശനവും മുൻ കേന്ദ്രമന്ത്രി ഉന്നയിച്ചു. രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ആത്മാർത്ഥതയില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. രാഹുൽ വളരെ കണക്കുകൂട്ടലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതൊരു പ്രത്യേകതരം ജനവിഭാഗത്തിന് വേണ്ടിയാണ്. അവരെയാണ് ഇത് സ്വാധീനിക്കുക. രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിനെ വില കുറച്ച് കാണുന്നതിലും സ്മൃതി മുന്നറിയിപ്പ് നൽകി. രാഹുൽ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യത്തിൽ തെറ്റിദ്ധാരണ പാടില്ല. അത് നല്ലതോ മോശമോ ഇനി ബാലിശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും വില കുറച്ച് കാണരുത്. അത് വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. കോൺഗ്രസ് മുൻകാലങ്ങളിൽ പിന്തുടർന്ന മൃദു ഹിന്ദുത്വത്തെയും സ്മൃതി വിമർശിച്ചു. രാഹുൽ മുൻപ് തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയതൊന്നും വോട്ടർമാർ കാര്യമായി എടുത്തിട്ടില്ല. പലരും ഇതിനെ സംശയത്തോടെയാണ് കണ്ടത്. വിജയം കാണാത്ത ഈ തന്ത്രത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പുതിയ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയത്. ക്ഷേത്ര സന്ദർശനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതെല്ലാം തമാശയായി മാറുന്നതാണ് കണ്ടത്. ചിലരത് തീർത്തും മോശമാണെന്നാണ് പറഞ്ഞത്. ഈ തന്ത്രം വിജയിക്കാത്തതുകൊണ്ട് രാഹുൽ മറ്റൊന്നിലേക്ക് മാറി. ജാതി വിഷയം രാഹുൽ ഉന്നയിച്ചത് വിജയം കാണാൻ വേണ്ടിയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. രാഹുലിന്റെ ജാതി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. വിശാലമായ അർത്ഥത്തിലുള്ള തന്ത്രമാണിത്. അതിലൂടെ രാഹുലിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി നിലനിർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ രാഹുൽ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാനാവില്ല. പ്രകോപന പരാമർശങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. അടുത്തിടെ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മിസ് ഇന്ത്യയിലടക്കം വരുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇത് വിവാദവുമായിരുന്നു. മിസ് ഇന്ത്യ മത്സരം സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ രാഹുൽ ആ വിഷയം ഉന്നയിച്ചു. അത് മാധ്യമങ്ങളിൽ വാർത്തയാവുമെന്ന് രാഹുലിനറിയാം. രാഹുലിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ആത്മാർത്ഥത കുറവാണ്. സ്വാഭാവികമായുള്ള മൂല്യങ്ങളെക്കാൾ വളരെ കണക്കുകൂട്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് രാഹുൽ ചെയ്യുന്നത്. എല്ലാം വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു.